അയ്യപ്പനാശാൻ ഒന്നും കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട. അതെന്താ? ഞാൻ വയറ് നിറച്ച ആഹാരം കഴിച്ചിട്ട് വന്നതാ. എനിക്ക് വീടും കൂടിയുണ്ടേ. കാടയുണ്ടോ? കാട ഇറച്ചി ഇല്ല സാർ. കൊക്കുണ്ടോ? കൊക്കിറച്ചി ഇല്ല സാർ. ഇവിടെ കൊണ്ടുവന്നത് മുഴുവൻ പിരിഞ്ഞിട്ട് പോരെ കാടയും കൊക്കൊക്കെ പോരെ? അല്ല, ആശാൻ പറഞ്ഞിട്ടല്ലേ. മിണ്ടരുത്. പരശുരാമൻ കുടിച്ച അങ്ങനെയാ, എപ്പ എന്ത് പറയുന്ന ഒരു ഓർമ്മയും കാണില്ല. പരശുരാമൻ ഇനി മദ്യപിക്കണ്ട, നമുക്കൊരു വഴിക്ക് പോകാനുള്ള കുഴപ്പമാവും. എന്ത് കുഴപ്പം വരാനാ? ഈ യാത്ര നാളത്തേക്ക് മാറ്റി വെക്കും, അത്രയല്ലേ ഉള്ളൂ. ഈ കുപ്പിടുത്ത് നിറന്തലും തന്നണ്ടല്ലോ. അടിയാ സൗകര്യം അടിച്ചോളൂ. കണ്ടോ, വലിയ പണക്കാരാന്ന് തോന്നുന്നു. എന്തൊരു തീറ്റ അതിന്. അയ്യോ, ഭയങ്കരം തന്നെ. അയപ്പായിട്ടൊന്ന് പിടിപ്പിക്കേ. അത് ശരിയാവില്ല രാഘവൻ നായരെ. നമുക്കൊരു തറവാട്ടിൽ ചെന്ന് കയറേണ്ടതല്ലേ. അതോർത്ത് അയ്യപ്പൻ നായർ വിഷമിക്കണ്ട. നാരായണൻ നമ്പ്യാരും അല്പസ്വല്പൊക്കെ അടിക്കുന്ന ആളാ. ഞാനെന്ന് വെച്ച ജീവനാ. ഞാൻ ചോദിച്ച ഒരാനയല്ല, തറവാട്ടിലുള്ള മുഴുവൻ ആനയും പെറുക്കി തരും. നോയിക്കോളൂ, എന്നെ കാണുമ്പം നാരായണൻ നമ്പ്യാർക്കുള്ള ഒരു സന്തോഷം. തറവാട് കുറച്ച് ക്ഷയിച്ചു എന്ന് വെച്ചാ ഇവിടെ ആനയെ ചോദിച്ചു വരാൻ നിനക്ക് അങ്ങനെ ധൈര്യം ഉണ്ടായി? അല്ല, ഭാഗം കഴിഞ്ഞു എന്ന് കേട്ടതുകൊണ്ട്. കേട്ടതുകൊണ്ടാ? കുട്ടിശങ്കരനെയും ശ്രീലക്ഷ്മിയെയും വിറ്റ് ചെലവ് ചെയ്യേണ്ട ഗതികേട് ഇവിടെ ഉണ്ടായിട്ടില്ല. നിനക്ക് മേച്ചേരി തറവാട്ടിൽ ആനയെ തന്നെ വേണം നിർബന്ധാണോ? കൊണ്ടുപോയിക്കോളൂ, ആഗ്രഹല്ലേ? നിറയെ കുഴിയാനകള്. സർക്കാരിൽ നിന്ന് ലോൺ മേടിച്ചതാ. ആനയെ കൊണ്ടു ചെന്നില്ലെങ്കിൽ സർക്കാരിന്റെ കാര്യം ഇവിടെ മിണ്ടി പോകരുത്. അവരുടെ പരിഷ്കാരങ്ങളാ ഞങ്ങളെ ഗതികേട്ടിലെത്തിച്ചത്. സർക്കാരിന്റെ കാര്യം ഇവിടെ മിണ്ടരുതെന്ന് ആദ്യമേ പറഞ്ഞതല്ലേ? സർക്കാരിന്റെ കാര്യം ഇവിടെ പറഞ്ഞേ? ആരും പറയാതെ അങ്ങോട്ട് അറിയാം. പിന്നെ നമ്പ്യാർ അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ എനിക്കറിയാം. ഓ, അതുകൊണ്ടൊരു ആനയെ വാങ്ങി ഒന്ന് സഹായിച്ചു കളയാമെന്ന് കരുതി അല്ലേ? അല്ല, നമ്മൾ തമ്മിലുള്ള ബന്ധം വെച്ചോണ്ട് ഒരാന. മിണ്ടിപ്പോകരുത്, കടന്നു പോകുന്നു. ക്ഷമിക്കണം, അങ്ങക്ക് ആശാനെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഈ കണ്ണാടി വെച്ചൊന്ന് നോക്കിയാട്ടെ, ഇത് അങ്ങയുടെ പഴയ കൂട്ടുകാരനാ, ആന ചൂണ്ടി രാഘവൻ നായർ. ആന ചൂണ്ടിയായാലും പട്ടി ചൂണ്ടിയായാലും ഇവന്റെയൊക്കെ ചെലവിലാണ് ഞാൻ കഴിയുന്നത്. കടന്ന് പോടാ. തൃപ്തിയായില്ലേ? ഞാൻ അങ്ങനെ ഒരു അടുപ്പറിയാലോ, അത് നശിപ്പിച്ചല്ലോ. ഞാനിപ്പോ എന്താ ചെയ്തേ? ഈ സർക്കാരിന്റെ കാര്യം എന്തിനാ പറയാൻ പോയെ? ഇല്ലെങ്കിൽ ഈ ആനപ്പുറത്ത് കയറി മടങ്ങി പൊക്കൂടായിരുന്നോ? ഇപ്പൊ സർക്കാരിന്റെ കാര്യം ഇവിടെ പറയാൻ പാടില്ല. പാടില്ല. മിണ്ടാൻ പാടില്ല. പാടില്ല. അത് പുതിയൊരു അറിവാ. ഇതെങ്ങനെ തിന്നും കുടിച്ചും കയ്യിലുള്ള കാശ് തീരണതല്ലാണ്ട് ആനയെ കിട്ടണ ലക്ഷണമില്ലല്ലോ രാഘവൻ നായരെ. ആര് പറഞ്ഞു കിട്ടില്ലാന്ന്? നമ്മൾ ഇതും കഴിഞ്ഞ് ഇപ്പൊ തന്നെ നേരെ പെരുമ്പാവൂർക്ക് ചെല്ലുന്നു. കൃത്യം 1 മണിക്ക് അവിടെ ചെല്ലുന്നു. അവിടെ ബസ് സ്റ്റാൻഡിനടുത്ത് തൊട്ടടുത്ത് നല്ല ഒന്നാം തരം ഒരു ഹോട്ടലുണ്ട്. ആ കോഴിയിറച്ചി കിട്ടുന്ന ഹോട്ടലിന്റെ പേരെന്താ? ത്രിവേണി ഹോട്ടൽ. അല്ലല്ല, സ്റ്റാർ ഹോട്ടൽ. സ്റ്റാർ ഹോട്ടൽ ചാലക്കുടിയില്ലേ? അതല്ല, പെരുമ്പാവൂർ ചെന്നുള്ള സ്റ്റാർ ഹോട്ടൽ. കഴിഞ്ഞ മാസത്തിൽ നമ്മൾ ഒരുമിച്ച് പോയി കഴിച്ചല്ലേ ത്രിവേണി ഹോട്ടല്? അതെ, അത് പെരുമ്പാവൂരാണെന്ന് സ്റ്റാർ ഹോട്ടല്. നമ്മൾ കോഴിയിറച്ചി കഴിച്ച കടയല്ലേ? അതെ, പെരുമ്പാവൂരുള്ളത്. അത് ത്രിവേണി ഹോട്ടല്. ഇങ്ങനെ തർക്കം പറയാ പരശുരാമ, നമ്മൾ കാടിറച്ചി കഴിച്ച പെരുമ്പാവൂർ സ്റ്റാർ ഹോട്ടലാണ്. തർക്കം പറയണ്ട. കാട ഇറച്ചി കഴിച്ച സ്റ്റാർ ഹോട്ടൽ തന്നെ, അത് ചാലക്കുടിയില്. ആശാന് പല കാര്യത്തിലും ഓർമ്മയില്ല എന്ന് പറയുന്ന ഇതാണ്. ഇങ്ങനെ മനുഷ്യന്റെ മുഖത്ത് നോക്കി തർക്കം പറഞ്ഞാൽ എങ്ങനെയാണ്? പരശുരാമൻ എന്നോട് തർക്കിക്കണ്ട. ഞങ്ങൾ കാടിറച്ചി കഴിച്ച പെരുമ്പാവൂർ സ്റ്റാർ ഹോട്ടലാണ്. നിർത്ത്. തിന്ന ഞാൻ പറഞ്ഞു വന്നത് എന്റെ ആനയുടെ കാര്യ. അത് എന്നാ പറഞ്ഞുകൊണ്ടിരുന്നേ. നമ്മൾ ഇതും കഴിഞ്ഞ് നേരെ അവിടെ ചെന്ന് അവിടുന്ന് ഭക്ഷണം കഴിഞ്ഞ് നേരെ ചെമ്പശ്ശേരി തറവാട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ 5 ആനയുണ്ട്. എത്ര? 5. അതിലൊന്ന് നമുക്ക് കിട്ടും. കിട്ടുമോ രാഘവൻ നായരെ? നിങ്ങൾ പിടയ്ക്കാതിരിക്കും അയ്യപ്പനാശാനെ. കിട്ടാതെ എവിടെ പോവാനാ? ഈ ആടിനെയും കോഴിനെയും മേടിക്കുന്ന മാതിരി അത്ര എളുപ്പത്തിൽ കിട്ടുന്ന സാധനമാണോ ആന? മാത്രല്ല, നമ്മുടെ കയ്യിലുള്ള കാശിനൊത്ത ആനയും കിട്ടണ്ടേ? 1 ലക്ഷം റുപ്യ. 1 ലക്ഷം റുപ്യക്ക് ഈ മാതിരി 2 എണ്ണം കിട്ടും. നിങ്ങൾ കൊടുക്കുന്ന വില പറയും. 1 ലക്ഷം റുപ്യയിൽ ഒറ്റ പൈസ കുറച്ച് തരില്ല. സർക്കാരിൽ നിന്ന് ലോൺ എടുത്തതാ തിരുമേനി. 30 ദിവസത്തിനകം ആനയെ ഹാജരാക്കിയില്ലെങ്കിൽ സംഗതി കുഴപ്പമാവും. ലോൺ എടുത്ത് വല്ല ആടിനെയോ പശുവിനോ മേടിക്കണോ? ആനയെ വാങ്ങിക്കാൻ ആര് പറഞ്ഞു? തിരുമേനി ഇവിടെ ആടിനെയും പശുവിനെയും കൊടുക്കാറുണ്ടാ? ഇറങ്ങി പോടോ. ഇനി ഒരു രക്ഷയില്ല. വേഗം അടുത്ത കേന്ദ്രത്തിലേക്ക് പോവാ. 2 മണിക്കൂർ യാത്ര ചെയ്താൽ നമുക്ക് തൃപ്പൂണിത്തുറ എത്താം. അവിടെ പാരീസ് ഹോട്ടലിൽ ചെന്ന് ഓരോ ബിരിയാണി മേടിച്ച് നമ്മൾ നേരെ ചെല്ലുന്നു. അയ്യോ, അത് പാരീസ് ഹോട്ടലല്ലേ ആശാനെ? ആസാദ് ഹോട്ടൽ. അല്ല, ബിരിയാണി കിട്ടുന്ന സ്ഥലം പാരീസ് ഹോട്ടലാ. പാരീസ് ഹോട്ടൽ പരപ്പനങ്ങാടിയിലല്ലേ? ആസാദാണ് തൃപ്പൂണിത്തുറ. പരശുരാമൻ എന്നോട് തർക്കിക്കരുത്. ബിരിയാണി കിട്ടുന്ന സ്ഥലം പാരീസ് ഹോട്ടലാണ്. ഈ ബിരിയാണിയുടെ കാര്യത്തിൽ എനിക്ക് തെറ്റ് പറ്റൂല. അത് ആസാദ് ഹോട്ടലിലാണ്. അല്ലാതെ ആശാന്റെ
അല്ല എനിക്ക് നെറ്റ് വരില്ല. പാരീസ് പാരീസ് പാരീസ്. ഡയറി പോലെ പോലെ തലേനെ അടിച്ചു പൊട്ടിക്കും. ദേ, എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഇതുകൊണ്ട് ഞാൻ ഒറ്റ വീക്ക് വെച്ചെന്നുണ്ടല്ലോ. ഇനി പോകാനൊരു സ്ഥലമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കുറെ പൈസ പോയത് മിച്ചം. എന്തൊരു തീറ്റ അയാൾ തിന്നുകൂട്ടണേ. എന്നാ ശരീരത്തിൽ വല്ലതും കാണണ്ടേ? ആര്? ആ ആനചൂണ്ടി. പിന്നെ അയാള് നിങ്ങളെ വിളിച്ചോണ്ട് നാട് മുഴുവൻ ഇറങ്ങിയതോ? അയാളെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. കയ്യിലുള്ള തോയ്ക്ക് ആനയെ കിട്ടണ്ടേ? കുറച്ച് പൈസ കൂടെ കിട്ടിയിരുന്നെങ്കിൽ. അച്ഛൻ ഇത്ര വിഷമിക്കുന്ന എന്തിനാ? ആനയെ കിട്ടിയില്ലെങ്കിൽ മേടിച്ച കാശ് തിരിച്ചു കൊടുത്താ പോരെ? എന്റെ മാല ഞാൻ ഓടി തന്നേക്കാം. അതുകൊണ്ട് കാര്യമായില്ലോ മോളെ. 10,000 രൂപ ഇനി ഉണ്ടാക്കണ്ടേ? എനിക്കൊരു ബുദ്ധി. പറയടി ഞാൻ പറയട്ടെ? പറയടി. ആ കടിച്ചു തന്നെ വരുവാണെ ഇപ്പൊ പറയാൻ മനസ്സില്ല. ആ. ആഹാ. എന്ന് അതെ. പിന്നെ? അങ്ങോട്ട് ചെല്ല്. ആ. ഒന്ന് പറയടി. ഉം. ഉം. തന്ന പൈസ നമുക്ക് തിരിച്ചു കൊടുക്കണ്ട. എന്നിട്ട് നമുക്ക് ആ പൈസ എടുത്ത് ഈ പെണ്ണിന്റെ കല്യാണം അങ്ങ് നടത്താവുന്നേ. അത് ശരി. ആ, ആ. ഹാ. ആനയായാലും മനുഷ്യനായാലും അവർക്ക് മാസാമാസം കാശ് കിട്ടിയാ പോരെ? ഈ ആനയ്ക്ക് പകരം നിന്റെ മരുമകനെ കൊണ്ട് എഴുന്നള്ളിക്കാൻ പറ്റുമോ? ഇല്ല. തടി പിടിപ്പിക്കാൻ പറ്റുമോ? പറ്റില്ല. പിന്നെ എന്ത് മറ്റതണ്ടി പറഞ്ഞു. ഓ, ആനയും കുരങ്ങും പട്ടിണി കിടന്ന് ഇവിടെ ചോദിക്കാൻ ആളുണ്ട്. മനുഷ്യൻ ഇവിടെ എങ്ങനെ കഴിയുന്നു ചോദിക്കാൻ ഇവിടെ ആരുമില്ല. ആനയെ വാങ്ങിക്കുന്നതിന് പകരം മോളെ കെട്ടിച്ചെന്ന് പറഞ്ഞ സർക്കാർ പിടിച്ച് നമ്മളെ അങ്ങ് വിഴുങ്ങോ? അയ്യോ അമ്മ എന്തിനാ ഈ ആവശ്യമില്ലാത്ത നീ കാര്യങ്ങളൊക്കെ കൂടി അപ്പുറത്ത്. ഒന്ന് പറഞ്ഞു കൊടുക്കേ മോളെ. അതിന്റെ തലക്കേട്ട് നിനക്ക് കയറട്ടെ. മനുഷ്യനോട് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ ഓരോന്നും എന്നാ ഒരു കാര്യം ചെയ്, ബാക്കി ഇരിക്കുന്ന കാശിനും കൂടെ ആ ആന ചൂണ്ടിക്ക് തീറ്റി വാങ്ങിച്ചു കൊടുക്കും. മേടിച്ചു കൊടുക്കും. ആ, ആ. കോഴി ബിരിയാണി, ആന ബിരിയാണി, വലിയ ആനപ്പിണ്ടോ മേടിച്ചു കൊടുക്കും. ആ തള്ള പറഞ്ഞണ്ട. ഒറ്റടി എന്റെ മൂന്ന് കുറ്റി അടിച്ചാണ്ടല്ലോ അന്ന് നന്നാവുള്ളൂ. സാരല്ല അമ്മയല്ലേ. ദാ, അടയ്ക്ക്. चांदनी कोई आइटम्स नहीं करता है साहब. अभी कुछ फायदा नहीं साहब. ഇയാളീ പറയുന്നത് ശരിയാണോ അച്ഛാ? അതെ സാബ്, ഈ ആന ഇപ്പൊ ഒന്നും കാണിക്കുന്നില്ല. കള്ളം പഠിച്ചുപോയി. ആ കുട്ടിയാന എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യുന്നുണ്ട്. ഇത് എപ്പോ നോക്കിയാലും ആ കൊമ്പന്റെ അടുത്ത് തട്ടിയും മുട്ടിയും മണപ്പിച്ച് നിൽപ്പാണ്. ഇതിനിവിടെ നിർത്തുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. പിന്നെ എന്തിനാ ഇതിനെ കെട്ടിവലിച്ച് ഓരോ സ്ഥലത്തും കൊണ്ടുവന്നത്? ലോറിക്കൂലി പോലും വേസ്റ്റ് അല്ലേ? അതെ സാബ്, ഇതിനെ ഇവിടെ നിർത്തിയിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. നമുക്ക് ഇതിനെ അങ്ങ് വിറ്റ് കളയാം. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ഇവിടെ ആകുമ്പോ ആരെങ്കിലും വാങ്ങും. കിട്ടുന്ന വിലക്കാൻ കൊടുത്തേരെ. എന്താ രാഘവൻ നായരെ? ഷർട്ടിടി എന്താ ഷർട്ടിടി. എന്താന്ന്? ഇപ്പൊ പോണം. എങ്ങോട്ട്? രാവിലെ തന്നെ പത്രം കിട്ടിയപ്പോ ഞാൻ വായിച്ചു. അത് ഓടി വന്നാണിതാ. ഇതിനുള്ളിൽ ഒന്ന് നോക്കി നോക്കി. ആനയെ കൊടുക്കാനുണ്ടെന്നുള്ള പരസ്യം കിട്ടിയ ഉടനെ ഇതേറ്റ് ഓടി പോന്നാണ് ഞാൻ. വേഗം പോയി ഷർട്ടിടി. അറിഞ്ഞ സ്ഥിതിക്ക് ഉടനെ പോണെന്ന്. ഇപ്പഴാ? പോയി ഷർട്ടിടി. എന്താ എങ്ങോട്ട് പോകുന്നു? ആരെയാ ചത്തത്? നിന്റെ അച്ഛൻ. അയ്യോ രാഘവൻ നായരെ, ഒന്നും നേരാണോ? പറഞ്ഞില്ല, നേരല്ല. ഇന്നലെ ഷർട്ട് ഇവിടെ എടുത്ത് ഒന്ന് നോക്കി. പായസം നിങ്ങൾക്ക് അതിന്റെ ഗൗരവം വേണമെന്ന് മനസ്സിലാവില്ല. ഈ ദുഷ്ടക്കാരനെ കൊടുത്തില്ല. ഞാനും വരുന്നു. ആ കാശ് കൊണ്ടല്ലേ മുഴുവൻ അവിടെ കൊണ്ട് ചെലവാക്കും. പറ്റില്ല, ഞാനും വരുന്നു. നീ ആരുടെ കാര്യം പറയണേ? എന്റെ അച്ഛന്റെ ശവം കാണണം. അയ്യോ ഷർട്ടും ഞാൻ കാശും. വരുന്നു. എന്റെ അച്ഛൻ ചത്തു. അയ്യോ നിന്റെ അച്ഛൻ ചെത്ത കാര്യമല്ല പറഞ്ഞത്, ആനനെ വാങ്ങണ കാര്യ. ഇയാളെ ആളെ മറ്റേ നോക്കി വേണോ? പോവാ. പറഞ്ഞ പകിട്ടൊന്നും ഞാനക്കില്ല. പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ട് ഒരു കച്ചവടത്തിന് വന്നാലേ തർക്കിക്കുന്നില്ല. ഞങ്ങളൊരു തുക അങ്ങോട്ട് തരും. അത് സന്തോഷമായിട്ട് സ്വീകരിക്കാം. ഇപ്പൊ നേരെ ആ കാശ് കൊടുക്കും. ഇയാൾ എന്ത് പൂരം കണ്ടാ നിൽക്കണ്ടേ? ആ കാശ് കൊടുക്കൂന്ന്. പിന്നെ എന്റെ ബ്രോക്കറേജ് അത് നിങ്ങളുടെ ഇഷ്ടം. ഇതാ 29,000 ഉറുപ്പ്യുണ്ട്. ഇത് സന്തോഷമായിട്ട് സ്വീകരിക്കാം. ഈ തുകയ്ക്ക് നടക്കില്ല. ये दाम को दे देंगे क्या? ഓ ബഹത് കം ഹോ ഗയാ. अच्छा, ഈ വിലക്ക് കിട്ടില്ല. നിങ്ങൾ പോയിക്കോ. സർക്കാരിൽ നിന്ന് ലോൺ എടുത്ത കാശാണ്. സർക്കാരിന്റെ കാര്യം ഇവിടെ പറയുന്നത്. ആനയെ കൊണ്ടുപോയി കാണിച്ചില്ലെങ്കിൽ ഞാൻ അകത്താവും. പാവം ഉള്ളേ പോകുമ്പായി. ഇതിന് സമ്മതിക്ക് സാറേ. അതെ. ഏയ്, അത് ശരിയാകില്ല. എന്റെ കയ്യിൽ ഇനിയുള്ളത് 240 റുപ്യ 50 പൈസ. ഇതങ്ങോട്ട് വാങ്ങൂ സാറേ. വാങ്ങിക്കൂ സാറേ. പാവം കുടുംബം പോറ്റുന്ന മനുഷ്യനാ. ശരി, കൊണ്ടുപോയിക്കോളൂ. നിങ്ങൾ ലോൺ എടുത്തെന്നൊക്കെ പറയുന്നതുകൊണ്ടാ സമ്മതിക്കുന്നത്. Yes, sir. ബൈ. ദേ ദോ. നമസ്തേ. ഇതിന്റെ ഒരു കോലം കണ്ടില്ലേ? വെള്ളം കണ്ടിട്ട് നാള് കുറെ ആയിന്ന് തോന്നണേ. പാടി ബാ. ആനയെ വാങ്ങിത്തരാന്ന് പറഞ്ഞാൽ രാഘവൻ നായർ ആനയെ വാങ്ങി തന്നിരിക്കും. നിങ്ങൾ ഉദ്ദേശിച്ചാലും കുറഞ്ഞ വിലക്ക് ആനയെ കിട്ടിയോ?
എന്റെ രാഘവൻ നായരെ, ഇപ്പോഴാണ് എന്റെ ശ്വാസം നേരെ വീണത്. ഇത് നല്ല ഐശ്വര്യമുള്ള ആനയാണ് അയ്യപ്പൻ നായരെ. ഇനി നിങ്ങൾക്ക് വെച്ചടി കയറ്റാണ്. ഇതിനൊന്ന് കുളിപ്പിച്ച് മനുഷ്യക്കോലാക്കണമെങ്കിൽ ദിവസം കുറെ പിടിക്കും. എന്തിനാ മനുഷ്യക്കോലാക്കണ്? അത് ആനയുടെ കോലത്തിൽ തന്നെ നോട്ടെ. താൻ അവിടെ ഇരുന്ന് പ്രസംഗിക്കാണ്ട് ഒന്ന് വന്ന് തേച്ച് തന്നെ. അതൊന്നും എന്റെ പണിപ്പെട്ടതല്ല. ചീപ്പ് റേറ്റിന് ഒരു ആനേനെ മേടിച്ചത് ഇത് തേച്ചും തരാൻ. അതൊക്കെ പാപ്പാമാരെ പണിപ്പെട്ടതാ. പാപ്പാനാ? വേഗം തേച്ചൂടിയേ. ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് ആളെ വിട്ടിരിക്കുക. ആനയെ കുളിപ്പിച്ച് ഞങ്ങൾ ഉടനെ എത്തുമെന്നും പറഞ്ഞിട്ട്. മനസ്സിലാമ ചെയ്തോളൂ. മനസ്സിലാമ കർമ്മം ചെയ്യൂ. അധ്യയന നിമിഷം പരാഗപറ്റം ഏവം ധൂർധൂരവേവം കാന്തിയേ അധ്യയന്തു ബിംബം സുഖസുപ്തിയാമം ഏവം ഇവം വിനായകം പ്രീതിം പ്രാപ്തിപരാഹം ഇവം വർണ്ണോ. എല്ലാവരും ഒതുങ്ങിയേക്ക്. ഇങ്ങനെ തിങ്ങി കൂടി നാനകത്തിൽ കാറ്റിട്ടുണ്ട്. അതെ അതെ കുറച്ചങ്ങോട്ട് മാറി നിൽക്കൂ. ആന ദൂരെ വന്നാലും കാണാം. കുറച്ചങ്ങോട്ട് മാറി നിൽക്കൂ. കുറച്ചങ്ങോട്ട് മാറി നിൽക്കൂ. ഇത് നമ്മൾ വാങ്ങിയ ആനയല്ലേ. നിങ്ങളല്ലേ പറയണത്? അച്ഛാ, ഈ ആന ആണാണോ പെണ്ണാണോ? ഇത് പിടിയാനേ മോളെ. ആണാണെങ്കിൽ കൊമ്പ് കാണില്ലേ? ഇത് കൊമ്പല്ലേ അച്ഛാ? ഇത് പല്ല. എല്ലാ പിടിയാനകൾക്കും ഇതുപോലെ ഉണ്ടാവും. കൊമ്പനാനയാണെങ്കിൽ വലിയ കൊമ്പുണ്ടാവും. ഇവളുടെ പേരെന്താ അച്ഛാ? അയ്യോ, അച്ഛൻ അത് ചോദിച്ചില്ലോ മോളെ. നമുക്ക് പുതിയ പേരിട്ടളയാം. അത് തന്നെ. നോക്കൂ നോക്കൂ. നോക്കിക്കൊണ്ടല്ലേ ഇരിക്കണേ. മരിച്ചുപോയ എന്റെ അമ്മയുടെ പേരിടാം, നാരായണി അമ്മന്ന്. ആനയെ കാണുമ്പോഴെങ്കിലും എനിക്ക് എന്റെ അമ്മയൊന്നും ഓർക്കാലോ. അതൊക്കെ പഴഞ്ച പേരല്ലേ. നമുക്ക് നല്ലൊരു പേരിടാം അല്ലേ അച്ഛാ? മോള് എന്നൊരു നല്ല പേര് പറ. ഡിംപിൾ കബാഡിയ. പറ്റൂടോ? അതൊന്നും ആനക്ക് പറ്റിയ പേരല്ലാന്ന്. വേറെ വല്ലതും ഉണ്ട്? രതി അഗ്നിഹോത്രി. എന്തുഹോത്രി? രതി അഗ്നിഹോത്രി എന്ന്. അയ്യപ്പനാർക്ക് വല്ലതും മനസ്സിലായോ? വല്ല കുഴപ്പമുണ്ടാവും തോന്നുന്നത്. അച്ഛൻ നിൽക്കുമ്പോഴാണ് ഇങ്ങനത്തെ വൃത്തിയുടെ ഭാഷയൊക്കെ പറയുന്നേ. തറവാട്ടി പറഞ്ഞ പെമ്പിള്ളേർക്ക് പറയാൻ പറ്റിയ ഭാഷയാണ് ചേച്ചി എന്റെ പോലെ നല്ലൊരു പേരുണ്ട്, മിസ് ഫമീല. നല്ല പേര്. നല്ല പേരുകളെല്ലാം പറയാം. മനുഷ്യനും ഇവിടെ ഒന്നോട്ടോ. മോളെ, നിനക്ക് ഞാൻ എന്ത് പേര് ഇടണ്ടേ? നോക്കൂ, ഞാനൊരു പേര് പറയട്ടെ. എന്നാ പറ. ശ്രീവിദ്യ. എന്താ? ശ്രീവിദ്യ. ശ്രീവിദ്യ. സമ്മതിച്ചു തന്നിരിക്കുന്നു. ഈ ആനയ്ക്ക് പറ്റിയ പേര് തന്നെ, ശ്രീവിദ്യ. ചേച്ചി നല്ല പേര്, സമ്മതിച്ചിരിക്കുന്നു. ഞാനും ആ പേര് പറയണമെന്ന് എന്നെ വിചാരിച്ചില്ല. നോക്കൂ നോക്കൂ. നോക്കിക്കൊണ്ടല്ലേ ഇരിക്കണേ. എന്റെ തലയ്ക്ക് പ്രാന്ത് പിടിച്ചിരിക്കട്ടാ. എന്താന്ന് വെച്ചാൽ പറഞ്ഞു തൊലക്കി. അച്ഛാ, ഇത് എന്ത് പറ്റി അച്ഛാ? എനിക്കൊന്നും അറിയില്ല മോളെ. ആനയെ ഇടത്തിയാനെ, ആനയെ വലത്തിയാനെ. എന്റെ പൊന്നാനെ, നീ എങ്ങോട്ടെങ്കിലും ഒന്ന് തിരിയോ? ഇതിപ്പോ ഈ ആന പൊട്ടിയാണോ? നിന്റെ കരിനാക്കൊണ്ടൊന്നും പറയല്ല മാധവി. നോക്കൂ നോക്കൂ. അപ്പൊ നോക്കിക്കൊണ്ടല്ലേ ഇരിക്കണേ. ഈ ആന എന്താ ഒന്നും അനുസരിക്കാത്ത? എനിക്കൊന്നും അറിയില്ല. ആന മുഖം വീർപ്പിച്ച് നിക്കണ കണ്ടാ തോന്നും ഞാൻ ഏതാണ്ട് ആനയുടെ 10-25,000 രൂപ കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാത്ത പോലെയാണ്. അതൊന്നും അല്ലെന്നേ, നാട്ടുകാരുടെ കണ്ണായിരിക്കും. അത് ഈ ആന ഒന്നും അനുസരിക്കാത്ത. ഒരനക്കോല്ലാണ്ട് നിക്കണ കണ്ടില്ലേ? ഇങ്ങനെയുണ്ടോ ഒരാന? ഇനിയിപ്പോ സ്ഥലം മാറ്റി തളച്ചുകൊണ്ടായിരിക്കോ? ഏയ്, അതും അല്ലെന്നേ. പിന്നെ ഞാൻ പറയട്ടെ? പറയടി. പറയട്ടെ? പറയാൻ പറഞ്ഞില്ലേ? അപ്പൊ ഇങ്ങനെ ചാടി കടിക്കാൻ വരുവാണെങ്കിൽ ഇപ്പൊ പറയാൻ മനസ്സില്ല. കല്യാണം കഴിഞ്ഞ് അന്നിട്ടുള്ളത് അതൊക്കെ വേണ്ട. ഇനി വേണ്ട. മറവി പറയടി. അസൂയക്കാരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. ആനയെ മേടിക്കാൻ പോണൂന്ന് പറഞ്ഞപ്പോഴേ ആ കിഴക്കയിലെ ദേവയാനിക്ക് ഇരിക്കപ്പുറത്ത് ഇല്ലാണ്ടായി. ആ നരകത്തിൽ എനിക്ക് പണ്ടേ അറിയാം. മോള് ശരിയാ, തള്ളയും ശരിയാ. പിന്നെ ഇനിയിപ്പോ എന്താ ചെയ്യാ? നമുക്ക് ആ വെളിച്ചപ്പാടിനെ ഒന്ന് കൊണ്ടുവന്നാലോ? അമ്മേ, ദേവി, മഹാമായേ, മഹാമായേ, ഭഗവതി.
അമ്മേ മാമേ വാനെ ആനെ വരാൻ വാനെ ഇങ്ങോട്ട് വരാൻ അതെ എന്തോ കുഴപ്പമുണ്ട് ഇന്ന് തന്നെ ഗണപതി കോവിലിൽ ഒരാനരൂപം നേർന്നേക്ക് 1 മാസത്തിനകം എല്ലാം ശരിയാവും. 1 മാസം? അതെ എന്തോ കുഴപ്പമുണ്ട്. ആശാനെ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. എന്ത് കണ്ടുപിടിച്ചു? ആനയ്ക്ക് മലയാളം അറിഞ്ഞൂടാത്തോണ്ടാ ഹിന്ദിയിൽ പറഞ്ഞു നോക്കാൻ മാനേജർ പറഞ്ഞു. ഏത് മാനേജർ? സർക്കസിലെ മാനേജർ. വിളിച്ച പടം അങ്ങോട്ട് മാറിയിരുന്നട്ടെ. ഹിന്ദി ആനയോ? ഹിന്ദി വാക്കുകൾ കുറിച്ച് തന്നിട്ടുണ്ട്. അഗത് എന്ന് പറഞ്ഞ ആന ഇങ്ങോട്ട് വരും. എന്തോന്ന്? അഗത് ഒന്ന് പറഞ്ഞു നോക്കിയാട്ടെ. എന്താ പരിശ്രമം? അകത്ത്. വിദ്യേ അഗത് അകത്ത് അകത്ത് അഗത് വിദ്യ അകത്ത്. അയ്യോ ആന വരുന്നു. എന്താ? അകത്ത്. ഞാൻ പറഞ്ഞില്ലേ? അയ്യോ എന്റെ വിദ്യ അകത്ത്. അയ്യോ അച്ഛൻ എവിടെയൊക്കെ നോക്കിട്ടാ ഇത്രയ്ക്ക് ലക്ഷണോത്തര ആനയെ കിട്ടിയെന്നറിയോ? ഇനിയിപ്പൊ നിനക്ക് സുഖമാ. ടൈപ്പിന് പോകുമ്പോ അച്ഛൻ്റെ കൂടെ ആനപ്പുറത്ത് പോകുമല്ലോ. ഓ പോകുമ്പോ നിന്നെയും കൂടെ കൊണ്ടുപോവാ. ഓ എന്താ പോരെ? ദാ വരുന്നുണ്ടല്ലോ. ആ ആനയെ കൊണ്ടുവന്നെന്നറിഞ്ഞപ്പോ പട്ടയും കൊണ്ടാ വരവ്. വാ നമുക്ക് അകത്തേക്ക് പോവാം. നിന്നെ നിക്കാൻ കഴിക്കാൻ പോകുന്ന ആളല്ലേ, പിന്നെന്താ ഒഴിഞ്ഞു മാറും? ഒത്തിരി കഴിക്കും. അന്ന് എന്നോട് സംസാരിച്ചെന്ന് പറഞ്ഞ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മാഷ തല്ലിയില്ലേ, അന്നേ ഞാൻ വെറുത്തതാ. സംസ്കാരമില്ലാത്ത ജന്തു. നീ ഇതെങ്ങനെ അറിഞ്ഞെന്റെ വാസുവേ? ഇവിടെ എന്ത് നടന്നാലും ഞാൻ അറിയില്ലേ അമ്മായി. അല്ല അവളെന്താ എന്നെ കണ്ടപ്പോ അങ്ങ് അകത്ത് കയറി പോകാൻ? അവിടെ കൂടെ ആ സുഗറി ഉള്ളതുകൊണ്ടായിരിക്കും. നോക്കൂ നോക്കൂ. നോക്കിക്കൊണ്ടല്ലേ ഇരിക്കണേ? ഇത് കണ്ടോ? ആനയും കൊണ്ട് വരണേന് മുമ്പേ പട്ടയം കൊണ്ട് വാസു ഇങ്ങെത്തി. ആനക്ക് എന്തൊക്കെയാ അമ്മാവ തീറ്റ? സിമെന്റും കമ്പിയും. ആനക്ക് എന്താ തീറ്റ വേണ്ട വെച്ചാൽ ഞാൻ കൊടുത്തോളാം. നീ നിന്റെ പണി നോക്കി പോട ചെക്ക. ഇതെന്താ ഇങ്ങനൊക്കെ പറയണേ? ഒരാന വന്നപ്പോഴേക്കും എല്ലാരും കണ്ടുകൂടണ്ട. എല്ലാവരും എനിക്ക് കണ്ടുകൂടാണ്ടായിട്ടില്ല. ഇവരെനിക്ക് കണ്ടുകൂടാ. അല്ലെങ്കിൽ ഇവൻ പറയും അമ്മാവന്റെ ആനയെ നോക്കാൻ നിന്നിട്ടാ ഇവന്റെ കച്ചവടം പൊളിഞ്ഞു. എന്തായാലും ഇവന്റെ കച്ചവടം പൊളിയും. എനിക്കറിയില്ല ഇവൻ ആരാന്ന്. എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. അതിന് ചേർന്ന പോലെ നീയും നോക്കൂ നോക്കൂ. നീ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നോ? എന്റെ ആങ്ങളയുടെ മോനാ ഇവന്. നിങ്ങൾ പറയണ പോലെ എനിക്ക് പറയാൻ പറ്റില്ല. ഹലോ, ആനയുടെ ഓണർ അല്ലേ ഇവിടെ? താ നിൽക്കണു. പാപ്പാനല്ല ചോദിച്ചത്, ഇതിന്റെ ഓണർ മുതലാളി. മുതലാളി രണ്ടും ഞാൻ തന്നെയാ. I see 2 in 1. ഞങ്ങൾ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് വരികയാണ്. ഞാൻ സരോജ് നായർ, ഇത് മിസ്റ്റർ ശങ്കർജി ചാത്തനാട്. ഹലോ. നിങ്ങൾ പുതിയ ആനയെ വാങ്ങിയെന്നറിഞ്ഞു. പുതിയ ആനയൊന്നല്ല. അല്ല, ഈ മൃഗസംരക്ഷണത്തെ കുറിച്ച് വല്ലതും അറിയാമോ? കുറേശ്ശെ അറിയാം. ആഹാ. 21 കൊല്ലം പാപ്പാനായിരുന്നു. അതുകൊണ്ടായില്ല. മൃഗസംരക്ഷണ വകുപ്പിന്റെ സ്റ്റഡി ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ആനയുടെ ഭക്ഷണം, താമസം, സുഖ സൗകര്യങ്ങൾ എന്നിവയെ കുറിച്ച് അറിയാനാണ് ഞങ്ങൾ വന്നത്. ആന ഒരു സാധാരണ മൃഗമല്ല. മനുഷ്യനേക്കാൾ ബുദ്ധിയും നന്ദിയും കൂർമ്മതയുമുള്ള ഒരു വൻ മൃഗമാണ് ആന. ശങ്കർജി ആലിസിഞ്ഞു തരൂ. ഇത് ആനയ്ക്ക് കൊടുക്കേണ്ട മെനു ആണ്, അതായത് ഡെയിലി കൊടുക്കേണ്ട ഫുഡ്. ഇതൊന്ന് വായിച്ചു കേൾപ്പിക്കും മിസ്റ്റർ ശങ്കർ. പനമ്പട്ട 150, ഓലമടല് 100, Yeah. ചോറ് 25 കിലോ, റാഗി 25 കിലോ, Exactly. ശർക്കര 25 കിലോ, പഴം 100 എണ്ണം, That's all. കരിമ്പ് 50 കിലോ, ശുദ്ധജലം 150 ലിറ്റേഴ്സ്, Yeah. വൈറ്റമിൻ ഗുളിക 25 വീതം 2 നേരം. It's okay? You understand? ഒരു ദിവസത്തെ ഭക്ഷണം കൊടുക്കാനുള്ള കാശുണ്ടെങ്കിൽ ഒരാനയെ കൂടെ വാങ്ങിക്കാലോ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആനയ്ക്ക് മദ്യം കൊടുത്തു പോരുത്. അതിന്റെ ഒരു ടേസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആനയ്ക്ക് എപ്പോഴും മദ്യപിക്കേണ്ട ഒരു ടെൻഡൻസി ഉണ്ടാവും. മദ്യം കഴിച്ച് ശീലിച്ചിട്ടുള്ള ആന മദ്യം കിട്ടാതെ വന്നിട്ട് പല ചാരായ ഷോപ്പുകളും ബാറുകളും കയ്യേറി മദ്യപിച്ചിട്ടുള്ള പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മദ്യത്തിന്റെ കാര്യത്തിൽ വളരെ കെയർഫുൾ ആയിരിക്കണം. യു മസ്റ്റ് ബി കെയർഫുൾ. ഈ വക കാര്യങ്ങളിൽ നിങ്ങൾ സ്ത്രീകളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വരട്ടെ, നന്ദി, വീണ്ടും കാണാം. ആ ആനയ്ക്ക് എന്താ പേരിട്ടിരിക്കുന്നത്? ശ്രീവിദ്യ. ഓ, സ്വീറ്റ് നെയിം. വിദ്യ. See you. Bye. Bye.
അയ്യടാ, ഭർത്താക്കന്മാര് കുടിക്കാതിരിക്കാൻ ഭാര്യമാര് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയുന്ന പോലെയാ. ആന കുടിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കണം പോലും. അയ്യാ. ചേട്ടാ ചേട്ടാ, എന്താടാ ചേട്ടനെ അന്വേഷിച്ചത് അയ്യപ്പൻ ആനയായിട്ട് വന്നിരിക്കുന്നു. ആനയാ? എന്തിനാ പറയെടുക്കാനാ? ഓ, പറയെടുക്കാനൊന്നും അല്ല, എന്നെ കാണാനാ. അല്ലേ, നിന്നെ കാണാൻ ആനി വന്നു തുടങ്ങിയ? എന്ത് പറഞ്ഞാലും ഒരു എന്താ അയ്യപ്പൻ നായരെ, ഇതാണോ ആന? അതെ സാർ, ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ബ്ലോക്ക് ഓഫീസറെ കാണിച്ചോ? കാണിച്ചു. തഹസിൽദാർ സാറിനെ കാണിക്കാൻ പറഞ്ഞു. പെണ്ണാനയാണെന്നാണല്ലോ സർട്ടിഫിക്കറ്റ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് എന്താ അതിന് കൊമ്പ്? ഇത് കൊമ്പല്ല സാറേ, പല്ല. പിടിയാനക്ക് ഇതുപോലെ ഉണ്ടാവും. ഓ, അത് ശരി. ഇത് നമ്മുടെ കറുത്തേടത്തെ ജോർജ് കുട്ടിയുടെ ഇടമ്പല്ല് പോലെ ഉണ്ടല്ലോ. എന്റെ ഈശ്വര, എല്ലാം പോയില്ലോ. അമ്മച്ചൊന്നും മിണ്ടാതെ അകത്തേക്ക് പോണ്ടോ? അത് കൊള്ളാലോ, നീ ഇപ്പൊ തഹസിൽദാര് കളിക്കണാ? എടാ, നീ തഹസിൽദാര് ആവണേന് മുമ്പ് നീ എന്റെ മോനായിരുന്നു. നിന്റെ അപ്പൻ തോമാച്ചനുണ്ടല്ലോ, അയാളെ വരെ ഞാൻ വില വെച്ചിട്ടില്ല. പിന്നല്ലേ നീ ഒരു തഹസിൽദാര് കളി? ഒന്ന് പോടാ അവിടുന്ന്. പിന്നെ എന്താ ചെയ്യാ, ഞാൻ പോട്ടെ. വാ 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 വിദ്യേ.